ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഓയിലിലേക്ക് ഇതേപോലെ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഒരു വെറൈറ്റിയും എന്നാൽ നല്ല ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം തന്നെ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വലിയൊരു സബോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. വേണമെങ്കിൽ മുളക് പൊടിയുടെ സ്ഥാനത്ത് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മളതിങ്ങനെ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കായി നല്ലത് നമ്മൾ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കായിരിക്കും നല്ലത് കേട്ടോ. ഞാനധികം പക്കവട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഉഴുന്നുവട ആയാലും ഞാനധികം പച്ചമുളകൊന്നും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ഉഴുന്നുവടയിലൊക്കെ നമ്മൾ എന്തായാലും പച്ചമുളക് ആവശ്യമാണ്, എന്നാലും കുറച്ചൊക്കെ ചേർക്കുള്ളൂ. പിന്നെ ഇങ്ങനത്തെ പക്കവടയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഇത് ഞാനൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് നമ്മൾ കൈവച്ച് കുഴച്ചെടുക്കുക തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഞാനിതൊന്ന് വീഡിയോ ഒന്ന് ഓഫാക്കിയതിൻ്റെ ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടുന്ന ടൈമിൽ ഇതൊന്നും ഇങ്ങനെ വീഴാം, ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഞാനിതൊരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാനായിട്ട് എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിൻ്റെ ശേഷം നമുക്കൊരു ടീസ്പൂൺ എടുത്തിട്ട് ഇതേപോലെ കുറേശ്ശെ നമുക്ക് അങ്ങോട്ട് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ടീസ്പൂൺ എടുത്തിട്ട് നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓരോ സ്പൂൺ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പക്കവട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് എണ്ണ ചൂടായതിൻ്റെ ശേഷം ഒന്ന് തീയൊന്ന് കുറച്ച് വയ്ക്കണം. എന്നിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. മാവൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അതിനത് നല്ലൊരു ബ്രൗൺ കളർ ആയതിൻ്റെ ശേഷം ഞാനൊന്ന് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ, ഒരു വെറൈറ്റി. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും തോന്നുന്നത് ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് കാണുമ്പോഴാണ് കേട്ടോ അവർക്ക് കഴിക്കാനും തോന്നുന്നത്. ഇവിടെ മക്കൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ സോസാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ സോസൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓണബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലത്തെ ഓരോ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് വീഡിയോ അതും കൂടി ഒന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. കൂടെ തന്നെ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള പക്കവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കവടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.